ആപ്പിളിൻ്റെ ചരിത്രത്തിൽ തന്നെ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റുകളിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആയിരിക്കും അടുത്ത നമ്മൾ കാണാൻ പോകുന്ന iOS 18 എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ iOS 18-ൽ നമുക്ക് ലഭിക്കാൻ പോകുന്ന പുതിയ ഫീച്ചേഴ്സ് മാറ്റങ്ങളൊക്കെയാണ്, ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും നമുക്ക് WWDC എന്ന് പറയുന്ന വേൾഡ് വൈഡ് ഡെവലപ്പർ കോൺഫറൻസ് ഇവൻറ്റിൽ വെച്ചായിരിക്കും iOS 18-ഉം iPadOS 18-ഉം macOS 15-ഉം ഇതുപോലുള്ള സോഫ്റ്റ്വെയർ റിലീസുകളെല്ലാം തന്നെ നടക്കാൻ പോകുന്നത്. അതിൽ യാതൊരു മാറ്റവും തന്നെ വരത്തില്ല. എന്നാൽ ലേറ്റസ്റ്റ് ആയിട്ടുള്ള റിപ്പോർട്ടിൽ മാർക്ക് ഗ്രൂമാൻ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ജൂൺ മാസമായിരിക്കും ഈ ഒരു ഇവൻറ്റ് കണ്ടക്ട് ചെയ്യുന്ന ആപ്പിൾ. ജൂൺ 3 മുതൽ ജൂൺ 10th വരെയുള്ള ആ ഒരു ടൈം ഫ്രെയിമിനകത്തായിരിക്കും നമുക്ക് ഈ ഒരു ഇവൻറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും അടുത്ത മാസം, അതായത് ഈ മാർച്ച് മാസം അവസാനം അല്ലാന്നുണ്ടെങ്കിൽ ഏപ്രിൽ മാസം ആദ്യ വീക്കിലൂടെ അല്ലെങ്കിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് വീക്കിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ ഇവൻറ്റ് ഇൻവിറ്റേഷൻ, WWDC ഇവൻറ്റിൻ്റെ ഇൻവിറ്റേഷൻസ് നമുക്ക് പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്യുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സിനും നമുക്കറിയാം, സ്റ്റുഡൻറ്റ് ഡെവലപ്പേഴ്സിൻ്റെ ചലഞ്ചുകൾ കാര്യങ്ങളൊക്കെ ഓൺ ഗോയിങ് ആണ്. സോ അങ്ങനെയുള്ളവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിനുള്ള ടൈം ഫ്രെയിമും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഇവൻറ്റ് അനൗൺസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത്. രണ്ടാമത് സർപ്രൈസിങ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ നമ്മൾ iOS 18 വീഡിയോയിൽ മിസ് ചെയ്തൊരു കാര്യമാണ് സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഏതൊക്കെ ഡിവൈസുകൾക്ക് ലഭിക്കുമെന്നുള്ളത്. അതായത് iOS 18 സോഫ്റ്റ്വെയർ സപ്പോർട്ട് നമുക്ക് ഈ വർഷം ലഭിക്കാൻ പോകുന്ന ഡിവൈസുകൾ ഇപ്പം നിലവിൽ iOS 17 സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ ഡിവൈസുകളിലും, അതായത് iPhone XS മുതലുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് iOS 18-ഉം സപ്പോർട്ട് ലഭിക്കുന്നതായിരിക്കും. അത് മറ്റൊന്നും കൊണ്ടല്ല, ഒബ്വിയസ്ലി കോമ്പറ്റീഷനിലേക്ക് വരുമ്പം ഗൂഗിൾ ആണെങ്കിലും ഡിവൈസുകളുടെ ഡിസൈനിലും അല്ലെങ്കിൽ മോഡലിലും ഒക്കെ ചേഞ്ച് വരുത്തുന്ന ഒരു ലിമിറ്റ്, ആ ഒരു ലിമിറ്റേഷനിലേക്ക് എത്തിയപ്പം ഇപ്പം പൊതുവേ ഈ ഒരു ടെക് ഇൻഡസ്ട്രിയിലെ കമ്പനികളെല്ലാം AI-യിലേക്ക് പോവുകയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ പുറകിൽ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോവുകയാണ്. അത് വളരെ റിഫ്ലക്റ്റ് ആണ്. ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ചെയ്ത ഗൂഗിൾ പിക്സൽ സീരീസിലേക്ക് നോക്കിയാലും സാംസങ്ങിൻ്റെ S24 Ultra സീരീസിലേക്ക് നോക്കിയാലും നമുക്കിതിലെല്ലാം AI പവേർഡ് ആയിട്ടുള്ള കുറേയധികം ഫീച്ചേഴ്സ് ഓൺ സിസ്റ്റം വൈഡ് നമുക്ക് ലഭിക്കുന്നതാണ്. നമുക്ക് യൂസേഴ്സിന് കൂടുതൽ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള, വെളിയിലെങ്ങും പോകാതെ അല്ലെങ്കിൽ തേർഡ് പാർട്ടീനെ നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാതെ നമുക്ക് ഓൺ ഡിവൈസ് AI പവേർഡ് ആയിട്ടുള്ള പല ഫീച്ചേഴ്സും ഇപ്പോൾ സപ്പോർട്ടഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ ആപ്പിളും ആ ഒരു ട്രാക്കിലേക്ക് ഈ വർഷം വരുവാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. iOS 18-ൽ നമുക്ക് ഏറ്റവും കൂടുതൽ ലഭിക്കാൻ പോകുന്ന AI ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ AI പല രീതിയിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ്. iOS 17-ൽ AI ഇൻ്റഗ്രേഷനിലുപരി നമ്മൾക്ക് കാണാൻ പോകുന്ന ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളുടെ ഓവറോൾ UI-ൽ വരാൻ പോകുന്ന ചേഞ്ച്. സോ ഇതുവരെയുള്ള സോഫ്റ്റ്വെയർ റിലീസുകൾ നമുക്ക് നോക്കിയറിയാം. ഇപ്പം 12, 13, 14, 15, 16, 17 വരെ എടുത്ത് നോക്കിയാൽ അവിടെ ഇവിടെയും ചെറുതായിട്ടുള്ള UI എലമെൻറ്റുകളിൽ കുറച്ച് ചേഞ്ചസ് വരുന്നതല്ലാതെ നമുക്ക് ഓവറോൾ വലിയ ചേഞ്ചസ് ഒന്നും കാണാൻ സാധിക്കുന്നില്ല. എല്ലാ വർഷവും നമ്മൾ സോഫ്റ്റ്വെയർ റിലീസ് നടക്കുമ്പോൾ പുതിയ കുറച്ച് അഡീഷണൽ ഫീച്ചേഴ്സ് വരുന്നു. അതോടൊപ്പം iOS 16-ൽ നമുക്കറിയാം പുതിയ വാൾപേപ്പർ ഓപ്ഷനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ UI-ൽ ഇൻറ്റഗ്രേറ്റ് ചെയ്തു. നമുക്ക് അങ്ങനെയുള്ള അഡീഷണൽ ചേഞ്ചസ് അല്ലാതെ ഓവറോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ UI-ൽ നമുക്ക് വലിയ ചേഞ്ചസോ അല്ലെങ്കിൽ എക്സ്ട്രാ ഫോൺ സപ്പോർട്ടോ അങ്ങനെ ഒന്നും ലഭിക്കുന്നില്ല. ഏതൊരു ഡിസൈൻ ആണെങ്കിലും ഏതൊരു കാര്യമാണെങ്കിലും കുറേ നാൾ നമ്മൾ ഒരേ രീതിയിലുള്ള അല്ലെങ്കിൽ ഒരേ സ്റ്റൈലിലുള്ള കാര്യങ്ങൾ യൂസ് ചെയ്ത് വരുമ്പം നമ്മൾ തീർച്ചയായിട്ടും മടുക്കും. അതുകൊണ്ടാണ് ആപ്പിൾ അത്ര മടുപ്പ് വരാത്ത രീതിയിൽ അവിടെ ഇവിടെയും കുറച്ച് മാറ്റങ്ങളും ഇൻറ്റഗ്രേഷനൊക്കെ കൊണ്ടുവരുന്നത് എല്ലാ വർഷവും സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുമ്പോൾ. എന്നാൽ ഈ വർഷം iOS 18-ൽ നമുക്ക് എൻറ്റയർ ഡിഫറെൻ്റ് ആയിട്ടുള്ള കൺട്രോൾ സെൻറ്റർ, അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ സെൻറ്റർ, UI-യുടെ കാര്യത്തിലാണെങ്കിലും ആപ്സിൻ്റെ കാര്യത്തിൽ, ആപ്പ് ഐക്കണിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോഴും നമുക്ക് കുറേയധികം എലമെൻറ്റ്സിൽ ചേഞ്ചസ് വരുന്നു എന്നുള്ളതാണ് മാർക്ക് ഗ്രൂമാൻ റിപ്പോർട്ട് ചെയ്യുന്നത്. UI-യുടെ എലമെൻറ്റ്സിലുള്ള ചേഞ്ചസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ ഒരു iOS 18 അപ്ഡേറ്റിൽ ശ്രദ്ധിക്കാൻ പോകുന്ന മറ്റൊരു മേഖലയായിരിക്കും ജനറേറ്റീവ് AI-യുടെ ഇൻറ്റഗ്രേഷൻ എന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ആപ്പിൾ 32ഓളം AI കമ്പനീസാണ് ആപ്പിൾ അക്വയർ ചെയ്തത് കഴിഞ്ഞ വർഷം മാത്രം, 2023-ൽ. എന്നാൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിൽ ഇപ്പോൾ നമ്മൾ ലേറ്റസ്റ്റ് കണ്ടു, ഒരു 2 വീക്സ് അല്ലെങ്കിൽ 1 വീക്സ് ആയിട്ടുള്ളൂ, ആപ്പിൾ ഡാർവിൻ AI എന്ന് പറയുന്ന കമ്പനി അക്വയർ ചെയ്തു. അങ്ങനെ 32 എന്നുള്ളത് 33 ആക്കി ലിസ്റ്റിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുവാണ് ആപ്പിൾ എന്ന് പറയുന്ന ടെക് ജയൻസ്. കാരണം ഈ ഒരു ടെക് കമ്പനികളായിട്ടുള്ള കമ്പാരിസണിൽ ഇപ്പം ഗൂഗിളും മൈക്രോസോഫ്റ്റും ഒക്കെ വെച്ച് നോക്കുമ്പം അവർ അക്വയർ ചെയ്ത കമ്പനി AI കമ്പനീസിനേക്കാൾ കൂടുതൽ കമ്പനീസാണ് ആപ്പിൾ അക്വയർ ചെയ്തേക്കുന്നത്. സോ AI ഇൻ്റഗ്രേഷൻ്റെ കാര്യത്തിലേക്ക് വരുമ്പം എത്രത്തോളം ഇമ്പോർട്ടൻസ് ആപ്പിൾ ഇതിൽ കൊടുക്കുന്നുണ്ട്. കാരണം അവിടെയാണ് ഈ കഴിഞ്ഞ ദിവസം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്ത വെളിയിൽ വന്നത്. ഇതാണ് ആ ഒരു വാർത്ത. അതായത് ആപ്പിൾ ഗൂഗിളിൻ്റെ ജെമിനി AI-നെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ, iOS 18-ലെ ഫീച്ചേഴ്സിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു നെഗോസിയേഷൻ ഇപ്പം കമ്പനികൾ തമ്മിൽ നടക്കുന്നു എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇൻറ്റഗ്രേഷൻ ഈ കമ്പനികൾ തമ്മിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും iOS 18 യൂസ് ചെയ്യാൻ പോകുന്ന നമ്മളെ സംബന്ധിച്ച്, യൂസേഴ്സിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് തന്നെയായിരിക്കും. ഈ ഒരു ന്യൂസ് കാണുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒരു ചോദ്യം ഉണ്ടാകും, ഇത്രയും നാളും ഇല്ലാത്തൊരു യോജിപ്പ്
ഇപ്പോൾ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ എന്തിനാണ് iOS 18 ഈ ഒരു ജെമിനൈ അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ സഹായം തേടുന്നത് ആപ്പിൾ എന്നൊക്കെ ഒരു ചോദ്യം വരും. സോ അവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട 2-3 കാര്യങ്ങളുള്ളത്. ഒന്നാമത്തെ കാര്യം, ആപ്പിൾ AI-നെ iOS 18 ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന 2 രീതിയിലാണ്. ഒന്ന് ഓൺ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലും മറ്റൊന്ന് ക്ലൗഡ് ബേസ് ഓപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലും. ഇതെന്തിനാണ് ഇങ്ങനത്തെ ഒരു വ്യത്യാസം കൊണ്ടുവന്നതെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞിരുന്നു, ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, iOS 18 സപ്പോർട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ iPhone XS മുതലുള്ള ഡിവൈസുകളാണെന്ന് ഞാൻ പറഞ്ഞു. സോ iPhone XS മുതലുള്ള ഡിവൈസുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഹാർഡ്വെയർ ഓൾഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന് ഓൺ ഡിവൈസ് ഈ പറഞ്ഞ AI ഫീച്ചേഴ്സൊക്കെ ഫങ്ഷൻ ചെയ്യാനുള്ള കേപ്പബിലിറ്റീസ് ഹാർഡ്വെയർ പരമായിട്ട് നോക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുവാണെങ്കിൽ ഇപ്പം iPhone XS, 11, 12, 13 വരെ നമ്മൾ ജസ്റ്റ് ഒന്ന് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിവൈസുകളിലൊക്കെ ഹാർഡ്വെയർ പരമായിട്ട്, അതായത് ഓൺ ഡിവൈസ് എയുടെ ഫീച്ചേഴ്സ് ഫങ്ഷൻ ചെയ്യുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമാണ്. ഈ ഒരു വ്യത്യാസം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ആപ്പിൾ പുതിയ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പഴയ ഡിവൈസുകളിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചില ഫീച്ചേഴ്സൊക്കെ നമ്മൾ മിസ്സാക്കും. അത് നമ്മൾ കുറേ നാളുകളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതിനൊരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പം ഏറ്റവും അവസാനം ഇറങ്ങിയ iOS 17.4 അപ്ഡേറ്റിൽ നമ്മൾ കണ്ടു, നമുക്ക് ബാറ്ററി സൈക്കിൾ കൗണ്ടിൻ്റെ ഓപ്ഷനും അതോടൊപ്പം തന്നെ ബാറ്ററി ഹെൽത്ത് നോർമൽ എന്ന് കാണിക്കുന്ന ആ ഒരു ഫീച്ചറും അല്ലെങ്കിൽ ഓപ്ഷനും ബാറ്ററിയുടെ ആ ഒരു സെറ്റിങ്സിനകത്ത് ആപ്പിൾ കൊടുത്തിട്ടുണ്ട്. അതും iPhone 15 സീരീസിന് മാത്രമേ ഉള്ളൂ കൊടുത്തിട്ടുള്ളൂ. എന്നാൽ ബാക്കിയുള്ള എല്ലാ ഡിവൈസുകളിലേക്കും ആപ്പിളിന് സുഖമായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. പക്ഷേ അങ്ങനെയുള്ള ചില ഫീച്ചേഴ്സ് ഒന്നും നിസ്സാരമായിട്ടുള്ള കാര്യങ്ങൾ പോലും ആപ്പിൾ ചെയ്യാറില്ല. സോ അങ്ങനെ വരുമ്പം തീർച്ചയായിട്ടും ഈ ഒരു AI-യുടെ ചില ഫീച്ചേഴ്സ്, ഓൺ ഡിവൈസ് പെർഫോം ചെയ്യേണ്ട ഫീച്ചേഴ്സ് ഈ പറഞ്ഞ ഓൾഡർ ഡിവൈസുകളിൽ കാണാനുള്ള ചാൻസസ് കുറവാണ്. ഇതിനൊരു പോസിറ്റീവ് സൈഡും കൂടെ ഉണ്ട്. അതായത് ഓൾഡർ ഡിവൈസുകളിൽ ഇതിൻ്റെ ന്യൂറൽ എഞ്ചിൻ്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, ന്യൂറൽ എഞ്ചിൻ കവർ കൗണ്ട് തന്നെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഓൺ ഡിവൈസ് ആക്സലറേഷൻ, AI ആക്സലറേഷൻ നമുക്ക് ലഭിക്കാനുള്ള ചാൻസസും വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് കൂടുതലും നമുക്ക് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഒന്ന് ബാറ്ററി ഡ്രെയിൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, 2 പെർഫോമൻസിനെ അത് ബാധിക്കും. സോ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും AI കുറേയധികം ഫീച്ചേഴ്സ്, ഓൺ ഡിവൈസ് പെർഫോം ചെയ്യേണ്ട കുറച്ച് ഫീച്ചേഴ്സ് ഈ പറഞ്ഞ ഓൾഡർ ഡിവൈസുകളിൽ ആപ്പിൾ ഒഴിവാക്കും എന്നുള്ളത്. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ക്ലൗഡ് ബേസ്ഡ് ഫങ്ഷൻ ചെയ്യുന്ന AI ഫീച്ചേഴ്സ് വരുന്നത്. അവിടെയാണ് നമുക്ക് ഗൂഗിളിൻ്റെ സഹായം ഉള്ളത്. കാരണം ഗൂഗിളിൻ്റെ ഈ പറഞ്ഞ ജെമിനൈ AI എന്ന് പറയുന്നത് ക്ലൗഡ് ബേസ്ഡ് നമുക്ക് ഫങ്ഷണാലിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ്. സോ അതുകൊണ്ട് തന്നെ ക്ലൗഡ് ബേസ്ഡ് ഈ ഫങ്ഷണാലിറ്റീസ് നമ്മളുടെ ഓൾഡർ ഡിവൈസുകളിൽ ഫങ്ഷൻ ചെയ്യുന്നതിന് യാതൊരു കുഴപ്പമില്ല. കാരണം അത് ഓൺ ഡിവൈസ് അല്ല പെർഫോം ചെയ്യുന്നത്, ക്ലൗഡ് ബേസ്ഡ് ആണ്. ഈ ഒരു കാരണം ഉള്ളതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആപ്പിൾ ഇപ്പം ഗൂഗിളിനെ ഈ ഒരു iOS 18 AI ഇൻ്റഗ്രേഷൻ്റെ ഭാഗമാക്കാൻ ഈ ഒരു ടോക്ക് അല്ലെങ്കിൽ സംസാരം, ചർച്ചകൾ ഇവർ തമ്മിൽ നടക്കുന്നത്. ഇതാണ് അതിൻ്റെ പുറകിലുള്ള പ്രധാന റീസൺ എന്ന് പറയുന്നത്. പിന്നീട് iOS 18 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മറ്റൊരു ആക്സസിബിലിറ്റി ഫീച്ചറാണ് എയർപോർട്സ് പ്രോ ഉപയോഗിക്കുന്ന യൂസേഴ്സിന് ഹിയറിംഗ് എയ്ഡ് സപ്പോർട്ട്. അതായത് ഹിയറിംഗ് എയ്ഡായിട്ട് നമുക്ക് എയർപോർട്സ് പ്രോയിനെ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ഫീച്ചർ ആപ്പിൾ iOS 18 കൊണ്ടുവരുന്നുണ്ട്. പിന്നെ ഈ ഒരു AI കൊണ്ടുവരുന്നതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് മാറ്റങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന മറ്റൊരു മേഖലയാണ് സിറിയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉള്ള ഒരു സിറിനേക്കാൾ ഉപരി ഒരു അഡ്വാൻസ് ലെവലിലേക്ക് അല്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ സിറിനെ നമുക്ക് തീർച്ചയായിട്ടും iOS 18 നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മളുടെ ഹോം സ്ക്രീനിലുള്ള ഈ ഒരു സ്പോട്ട് ലൈറ്റ് സെർച്ച്, അതിൻ്റെ കാര്യത്തിലും നമുക്ക് കാര്യമായിട്ടുള്ളൊരു AI ഇൻ്റഗ്രേഷൻ അവിടെ കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ടെക്സ്റ്റ് ബേസ് ചെയ്യുക അല്ലെങ്കിൽ ഫോണ്ട് ബേസ് ചെയ്തിട്ടുള്ള ചേഞ്ച് സിസ്റ്റം വൈഡും അതോടൊപ്പം തേർഡ് പാർട്ടി ആപ്ലിക്കേഷനിലേക്കും നമുക്ക് ഫോണ്ടിൻ്റെ കാര്യത്തിലും അല്ലെങ്കിൽ ടെക്സ്റ്റ് സൈസിൻ്റെ കാര്യത്തിലും പുതിയ ഓപ്ഷൻസ് ആപ്പിൾ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് iOS 18 നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മറ്റൊരു ഫീച്ചർ. അപ്പോൾ ഇത്രയും അധികം ഫീച്ചേഴ്സും കാര്യങ്ങളുമാണ് നമുക്ക് iOS 18 പറ്റി ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ള ന്യൂസുകളും ഇൻഫർമേഷനും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.